ചേർക്കണേ അല്ലാ. കല്യാണത്തിന്റെ സമയത്ത് ഫാത്തിമ ബീവിയുടെ കല്യാണത്തിന്റെ സമയത്ത് എന്തേ പറഞ്ഞത് അശഗേറും ഓമൈ ഉമ്മത്തുകളിൽ ദോഷിയായുള്ള അരുവികൾ മഹേശറ സഭയിലുള്ള കൊടുക്കിൽ അകപ്പെട്ടാൽ ശഫാഅത്ത് നടത്താനുള്ള വശപ്പെട്ട അനുവാദം അതാണെന്റെ മഹർ എന്ന് മടിവീട്ട് പറഞ്ഞിട്ടും ഉണർന്നിടും പൊള്ളുതിൽ മർഹബാ ജിബ്രീലും ഇറങ്ങി വന്നേ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് പറഞ്ഞു, നഫീസത്ത് മാല പാടാൻ പോവാണ്. നഫീസത്ത് ബീവിന്റെ ഉമ്മാമാനെ പറ്റിയാ നമ്മൾ പറഞ്ഞത്. നഫീസത്ത് ബീവിന്റെ ഉമ്മാമാരാ ഫാത്തിമ റളിയല്ലാഹു അൻഹാ അല്ലേ. ആ ഫാത്തിമ ബീവിയോട് ബാപ്പ വന്നിട്ട് പറയാണ്, മോളെ നിങ്ങൾക്ക് ഞാൻ നല്ലൊരു പുതിയ പളനെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. 400 വെള്ളിയാണ് മഹറായിട്ട് കിട്ടാൻ പോണത്. 400 വെള്ളി എന്ന് പറഞ്ഞാൽ അന്നത്തെ ഏകദേശം ടോപ്പ് 400 വെള്ളി മഹർ കിട്ടും മോളെ. ആര് പറഞ്ഞു? മുത്ത് മുഹമ്മദ് മുസ്തഫ. അപ്പ പറഞ്ഞു, മോള് വരെ തൃപ്തിയല്ലേ മോളെ? മോള് പറയാണ്, ഫാത്തിമ ബീവി പറയാണ്, തൃപ്തി അല്ല വാപ്പാ. 400 വെള്ളിട്ടിട്ട് തൃപ്തിയല്ല. പിന്നെന്താ വേണ്ടത്? ജിബ്രീൽ പറയാണ്, മകളോട് പറയൂ നബിയേ, ഫാത്തിമ മോൾക്ക് സ്വർഗത്തിൽ വലിയ സ്ഥാനമുണ്ടെന്ന് പറയൂ നബിയേ. സ്വർഗത്തിൽ വലിയ സ്ഥാനമുണ്ട് നിങ്ങൾക്ക്. അതും അതിന്റെ കൂട്ടത്തിലുള്ളത് തന്നെയാണ്. റാഹത്തല്ലേ? റാഹത്തല്ല. അതിനും മാറമീതു ഉണർത്തേ. അതിനും മാറലീത്തു എനിക്ക് തൃപ്തിയല്ല. മേം റാസി നഹീ ഹൈ, എനിക്ക് തൃപ്തിയില്ല എന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ഫാത്തിമ ബീവി പറഞ്ഞു. അപ്പോൾ ആ ജിബ്രീൽ ചോദിക്കണത്, ജിബ്രീൽ പറയാണ് മുത്തുനബിയോട്, പിന്നെന്താ വേണ്ടത് മഹറായിട്ട്? അപ്പോളാ പറഞ്ഞത് എന്തെന്നറിയോ? എനിക്ക് സ്വർഗം കിട്ടിയതുകൊണ്ട് കാര്യമില്ല. അശഗേറും ഉമ്മത്തുകളിൽ ദോഷിയായുള്ള അരുവികൾ, ഓ നബിയെ ബാപ്പ, അവിടുത്തെ ഉമ്മത്തിൽപ്പെട്ടവരായ പെണ്ണുങ്ങൾ. അരുവികൾ എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ എന്ന് അവിടുത്തെ അർത്ഥം, അല്ലാതെ പുഴകൾ എന്നല്ല. ഓരോന്നിനും ഓരോ അർത്ഥമാണ്. എന്റെ പഠിപ്പിച്ച ഉസ്താദ് ഉണ്ടായിരുന്നു മുമ്പ്, മരിച്ചുപോയി, പാണ്ടിക്കാട് ബാപ്പ മുസ്ലിയാർ. മൂപ്പര് പറയും, ഒരു വാക്കിന് തന്നെ പല അർത്ഥവും ഉണ്ടാവും. അല്ലാഹു തആല എല്ലാ ഉസ്താദുമാരെയും നമ്മളീ സ്വർഗത്തിലാക്കി തരണേ അല്ലാ. അപ്പോ അരുവികൾ എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങള്, അവിടുത്തെ ഉമ്മത്തിൽപ്പെട്ട പെണ്ണുങ്ങള് മഹ്ശറ സഭയിലുള്ള കുടുക്കിൽ അകപ്പെട്ടാൽ ആ അവിടുത്തെ ബാപ്പ, അവിടുത്തെ ഉമ്മത്തിൽപ്പെട്ട വനിതകളെ, പെണ്ണുങ്ങളെ ശഫാഅത്ത് ചെയ്ത് രക്ഷപ്പെടുത്താനുള്ള പെർമിറ്റ് എനിക്ക് കിട്ടണം. എനിക്ക് മാത്രം സ്വർഗം കിട്ടിയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ ആളാണ് ഈ സയ്യിദന്മാരെ ഉമ്മാമ ഫാത്തിമത്തു സഹ്റാ. അശഗേറും തൂകളിൽ ദോഷിയായുള്ള അരുവികൾ മഹ്ശറ സഭയിലുള്ള കുടുക്കിൽ അകപ്പെട്ടാൽ ശഫാഅത്ത് നടത്താനുള്ള വശപ്പെട്ട അനുവാദം അതാണെന്റെ മഹർ എന്ന് മടിവിട്ട് പറഞ്ഞിട്ടും ഉണർന്നിടും പൊളുതിൽ മർഹബാ ജിബ്രീലും ഇറങ്ങി വന്നേ. മർഹബാ ജിബ്രീൽ പറയാണ്, മർഹബാ. മർഹബ എന്ന് പറഞ്ഞാൽ എന്താ? വെൽക്കം എന്നതിന്റെ അർത്ഥം അല്ലേ? വെൽക്കം. ഒരാൾ, ഞാനൊരു സംഗതി നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളത് തൃപ്തിയാണെങ്കിൽ മർഹബ. നിങ്ങൾ പറഞ്ഞ വാക്കാണെന്ത്? മർഹബ. മർഹബ എന്നും പറയാം, വേറെ പലതും പറയാം.
അപ്പൊ അള്ളാഹു അത് സ്വീകരിച്ചിട്ടുണ്ട്. മാത്രല്ല അവിടുത്തെ ഉമ്മത്തിൽപ്പെട്ട പെണ്ണുങ്ങൾക്ക് എന്നാ ഫാത്തിമ ബീവി ചോദിച്ചത്. മറുപടി കിട്ടിയത് അങ്ങനല്ല. മറുപടി എങ്ങനെ? അമാ തർളാ അൻ തകൂനി സയ്യിദത നിസാഇൽ ആലമീൻ. ലോകത്തുള്ള എല്ലാ മുഅ്മിനായ പെണ്ണിനും റസൂലുള്ളാഹിന്റെ ഉമ്മത്തിൽപ്പെട്ട പെണ്ണുങ്ങൾ മാത്രല്ല അങ്ങനെ